എയ്ഡഡ് സ്കൂളിലെ തസ്തിക നിർണയത്തിനു കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയ സർക്കാർ നയത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ ഡിവിഷൻ റദ്ദാക്കി വിദ്യാഭ്യാസ വകുപ്പ്. മാള ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ 1ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിൽ നിന്നും പുറത്തായത്. മാലിന്യ നിക്ഷേപം പതിവാക്കി മാള കോട്ടമുറി പ്രദേശം. കോട്ടമുറി വെണ്ണൂർ റോഡിൽ തോടിന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. എയ്ഡഡ് സ്കൂളിലെ തസ്തിക നിർണയത്തിനു കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയ സർക്കാർ നയത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ ഡിവിഷൻ റദ്ദാക്കി വിദ്യാഭ്യാസ വകുപ്പ്. മാള ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ 1ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിൽ നിന്നും പുറത്തായത്. ഈ സ്കൂളിലെ 1ാം ക്ലാസ് റദ്ദാക്കിയതായി കാട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചൊവ്വാഴ്ച ഉത്തരവിറക്കി. ഇതോടെ അധ്യാപക തസ്തികയും റദ്ദായി. മാള ആലത്തൂർ സെന്റ് ആന്റണീസ് സ്കൂളിലെ 1ാം ക്ലാസ്സിൽ ആകെയുള്ള 3 കുട്ടികൾക്കും ആധാർ ഇല്ലായിരുന്നു. ഇവരുടെ രക്ഷിതാക്കളുടെ ആധാർ കാർഡിലെ തിരുത്തലുകൾ കാരണമാണ് കുട്ടികൾക്ക് ആധാർ ലഭിക്കാതെ പോയത്. സ്കൂളിൽ പ്രവേശനം നേടിയ ശേഷം 6ാമത്തെ പ്രവൃത്തി ദിനത്തിൽ 3 പേർക്കും ആധാർ ഇല്ലായിരുന്നു. ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് രേഖയായുള്ളത്. ആധാർ ഇല്ലാതെ വിദ്യാഭ്യാസ രേഖകളിൽ ചേർക്കാൻ കഴിയില്ലെന്നാണ് നയം. സ്കൂളിലെ 3 കുട്ടികളും വിദ്യാഭ്യാസ വകുപ്പിന്റെ രേഖകളിൽ ഇല്ലാതായതോടെ 1ാം ക്ലാസ്സിലെ അധ്യാപികയും പുറത്തായി. എന്നാൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ കൈവിടാൻ തയ്യാറല്ലെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണിച്ച് സ്കൂൾ മാനേജർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. മീഡിയ ടൈം, മാള. മാലിന്യ നിക്ഷേപം പതിവാക്കി മാള കോട്ടമുറി പ്രദേശം. കോട്ടമുറി വെണ്ണൂർ റോഡിൽ തോടിന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. പ്രദേശത്ത് മാലിന്യം തള്ളുന്നതിൽ നാട്ടുകാർ രോഷാകുലരാണ്. മാലിന്യ നിക്ഷേപം കുറ്റകരമാണെങ്കിലും കുറ്റക്കാരെ കണ്ടെത്തി ശരിയായ ശിക്ഷാ നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കാൻ സാമൂഹ്യ വിരുദ്ധരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് കോട്ടമുറി പ്രദേശവാസികളുടെ ആക്ഷേപം. കോട്ടമുറി വെണ്ണൂർ റോഡിൽ തോടിന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ഭാഗത്തു തന്നെ വലിയപറമ്പ് റോഡിൽ റോഡരികിൽ ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയിരുന്നു. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താനോ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനും നടപടിയെടുക്കാനും വേണ്ട സംവിധാനം വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മീഡിയ ടൈം, മാള. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ജയശ്രീ അന്ന് രാത്രി തന്നെ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരുന്നു. ജൂലൈ 8 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ രവീന്ദ്രനും ജയശ്രീയും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത്. ഗുരുതരമായി അപകടത്തിൽ പൊള്ളലേറ്റ രവീന്ദ്രനെയും ജയശ്രീയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ ജയശ്രീ ജൂലൈ 9 രാത്രിയോടെ മരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ചികിത്സയിലായിരുന്ന രവീന്ദ്രൻ മരിച്ചത്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് തുടക്കം. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് 1 മാസം ഭക്തർ രാമായണത്തിന് പ്രാധാന്യം നൽകുന്നു. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇനി രാമായണം ശീലുകൾ നിറയും. കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനവും പുണ്യമാണെന്നാണ് വിശ്വാസം. കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനവും പുണ്യമാണെന്നാണ് വിശ്വാസം. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനം. കേരളത്തിൽ പലയിടത്തും നാലമ്പല ദർശനമുണ്ട്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമൽ ശത്രുഘ്നൻ ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങളിലെ ദർശനം.
തൃപ്രയാറിൽ തുടങ്ങി കൂടൽമാണിക്യം, മൂഴിക്കുളം വഴി പായമലിൽ എന്നാണ് നാലമ്പല ദർശനത്തിന്റെ ക്രമം. കർക്കിടകത്തിൽ ഭക്തരുടെ പ്രവാഹം കണക്കിലെടുത്ത് 4 ക്ഷേത്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മലയാളിയുടെ ആയുർവേദ കാലം കൂടിയാണ് കർക്കിടകം. പത്തിലത്തോരനിൽ പട്ടിണി മാറ്റാനുള്ള ശ്രമം കർക്കിടകത്തിന്റെ ശീലവും ശൈലിയുമായി മാറി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കനത്ത മഴയെ അവഗണിച്ച് കർക്കിടക പുലരിയിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത് 100 കണക്കിന് ഭക്തർ. 4 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജയും ഇത്തവണ നടന്നു. തെക്കേ ഗോപുര നടയ്ക്ക് സമീപമാണ് ആനയൂട്ട് നടന്നത്. 63 ആനകളാണ് ഇത്തവണ ആനയൂട്ടിന് എത്തിയത്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5-ന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ പിതൃകോവിൽ സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 4 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജയും ഇത്തവണ നടന്നു. തെക്കേ ഗോപുരനടയ്ക്ക് സമീപമാണ് ആനയൂട്ട് നടന്നത്. ആനകൾക്ക് അരിയുണ്ടകൾക്കൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ ഔഷധ മിശ്രിതങ്ങൾ, കരിമ്പ്, തണ്ണിമത്തൻ, ചക്ക, പഴുത്ത വാഴപ്പഴം, വെള്ളരി എന്നിവയാണ് നൽകിയത്. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ EK ദിവാകരൻ പോറ്റി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനവും വിജയോത്സവവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകും. ദിവാകരൻ പോറ്റിയുടെ പേരിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും പുരോഗമന ചിന്താഗതിക്കാരനും ആ അർത്ഥത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്നലെകളിൽ നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ നാട്ടുകാരൻ ദിവാകരൻ പോറ്റിക്ക് ഒരു ഉചിതമായ സ്മാരകം പുത്തഞ്ചിറയിൽ തന്നെ ഒരു ഹോള് ആ വഴിയിലാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ഹോള് അത് ആ ഒരു നിലവാരത്തിലേക്ക് അത് ഉയർന്നില്ല എന്നതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജൻ K പ്ലാക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ്, SMC ചെയർമാൻ ശ്രീനിവാസൻ, PTA വൈസ് പ്രസിഡന്റ് AY ഷബീർ, പ്രധാന അധ്യാപിക MA മറിയം, സുബി പ്രദീപ് എന്നിവർ സംസാരിച്ചു. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ദന്തരോഗ നിർണയ ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ, പ്രധാന അധ്യാപിക സീമ VJ, PTA പ്രസിഡന്റ് കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഡെന്റൽ ഫ്രാക്ചർ, പറഞ്ഞുപോയ പല്ലുകളുടെ പുനരുപയോഗം എന്നതിനെപ്പറ്റി ഡോക്ടർ ലൂക്ക ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നൽകി. മുഴുവൻ കുട്ടികൾക്കും ദന്തപരിശോധന റിപ്പോർട്ട് നൽകി. ഡോക്ടർ ഹന്ന, ഡോക്ടർ ഷഫ്ന, ഡോക്ടർ ലൂക്ക ജോസഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പൂവത്തുശ്ശേരി പാലിപ്പുഴ ചെന്തപുരം വാമന ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രം ശാന്തിമാരായ OD ബാലചന്ദ്രൻ, ശ്രീഹരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസം മുഴുവനും ഗണപതി ഹോമവും ഭഗവതി സേവയും ഉണ്ടാകും. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും ഉണ്ടാകും. കർക്കിടകം 7 വരെ ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടാകും. പരിപാടികൾക്ക് ഉണ്ണികൃഷ്ണ വാര്യർ, മനോഹരൻ മാഷ്, രഞ്ജിത്ത് KA, രാജീവ് KA, രാജേശ്വരി മാധവൻ, രമ, ഉഷ പ്രതാപൻ, കൃഷ്ണ, ലലന, ബാനർജി തീനയാട്ട്, ചാറ്റർജി ദേവയാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുത്തൻവേലിക്കരയിലെ ചെറുക്കടപ്പുറത്ത് ചെണ്ടുമല്ലി, കാന്താരിമുളക് കൃഷി ഇറക്കി. ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം KSKTU ജില്ലാ പ്രസിഡന്റ് NC ഉഷാകുമാരിയും കാന്താരിമുളക് കൃഷിയുടെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് PS ഷൈലയും നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് NS മനോജ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി AK രഘു, MM കരുണാകരൻ, KB ബൈജു, ജെൻസി നാരായൺ, PK ശാന്ത, ഷാൻഡി ഫ്രാൻസിസ്,
PS ജോളി, KA സുന്ദരൻ, KP സുധീഷ് എന്നിവർ സംസാരിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ലഹരി മാഫിയയെ അമർച്ച ചെയ്യുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കൺവെൻഷനും ആദരവും കാരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് വാര്യർ. ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനത്തിനും നേതൃത്വത്തിനും അംഗീകാരമായി മേരി ജോളി, പ്രൊഫസർ KA സിറാജ്, CP സാലിഹ്, ഫസലു റഹൻ എന്നിവരെ ആദരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ദീപു കരുണാകരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. 100 ക്യാൻസർ രോഗികൾക്ക് CP മുഹമ്മദ് ട്രസ്റ്റിന്റെ ധനസഹായം കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വിതരണം ചെയ്തു. ക്യാൻസർ ബാധിതയായി മരണപ്പെട്ട മാതാവിന്റെ ഓർമ്മയ്ക്കായാണ് ക്യാൻസർ രോഗികൾക്കായി ഈ സഹായം നൽകുന്നതെന്ന് CP സാലിഹ് പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ മുഖ്യാതിഥികളായി. എൽത്തുരത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭ വക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കർക്കിടക മാസ ദിനാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ 7 വരെ നൽകി വരാറുള്ള ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. സഭാ പ്രസിഡന്റ് CG ചെന്താമരാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി PP ജ്യോതിർമയൻ, IL ബൈജു, മറ്റു കമ്മിറ്റി, ഡയറക്ടർ, ബോർഡ് അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. ചാലക്കുടി മെർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റ് നടത്തി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി. വനിതാ സെക്രട്ടറി നിബ രാജേഷ്, സിനി സന്തോഷ്, ഷൈജു പുത്തൻപുരയ്ക്കൽ, വനിതാ വിംഗ് കോർഡിനേറ്റർ ആൻഡോ മെയ്നാച്ചേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എയ്ഡഡ് സ്കൂളിലെ തസ്തിക നിർണയത്തിനു കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയ സർക്കാർ നയത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ ഡിവിഷൻ റദ്ദാക്കി വിദ്യാഭ്യാസ വകുപ്പ്. മാള ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ 1ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിൽ നിന്നും പുറത്തായത്. മാലിന്യ നിക്ഷേപം പതിവാക്കി മാള കോട്ടമുറി പ്രദേശം. കോട്ടമുറി വെണ്ണൂർ റോഡിൽ തോടിന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.